നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടും തിടുക്കത്തോടും കൂടി ഒരു സന്ദേശം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവും ആത്മരക്ഷകനുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ സന്തോഷമുള്ള ഹൃദയത്തോടിരുന്ന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. വാട്സാപ്പ് സംബന്ധമായിട്ട് അല്പം പ്രയാസങ്ങൾ നേരിടുന്നത് കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വ്യക്തിപരമായി അയച്ചുകൊണ്ടിരുന്ന സന്ദേശം നിങ്ങളുടെ മൊബൈലിലേക്ക് എനിക്ക് പേഴ്സണലി അയക്കാൻ പറ്റാത്തതിൽ ഖേദമുണ്ട്. എങ്കിലും യൂട്യൂബിലൂടെ അനേക ആളുകൾ കേൾക്കത്തക്ക രീതിയിൽ കർത്താവ് കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ കൂടെ നിങ്ങൾ ആ വിവരം അറിയിക്കുക. വാട്സാപ്പിലൂടെ ഡെയിലി അയക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് തിരിച്ച് നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന അനേക ഘട്ടങ്ങളിൽ ഇതിൻ്റെ തടസ്സങ്ങളെ മാറ്റി തന്നിട്ടുണ്ട്. വീണ്ടും പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്കായും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് 2 വാക്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് ആത്മീക സന്ദേശത്തിലേക്ക് കടക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. സിയോൻ പർവ്വതം ശൂന്യമായി, കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. സിയോൻ പർവ്വതം ശൂന്യമായി, അതിൻ്റെ കാരണം കുറുക്കന്മാർ അതിലെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം കൂടെ ഞാൻ ചേർത്ത് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41-46. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോൻ്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ടു മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരം ദേശം സമൃദ്ധിയായി വിളഞ്ഞു. യോസേഫ് മിസ്രയീം ദേശത്ത് മുഴുവൻ സഞ്ചരിച്ചു. ദേശം സമൃദ്ധിയായി വിളഞ്ഞു. 2 കൂട്ടരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു, സിയോൻ പർവ്വതം മുഴുവൻ ശൂന്യമായി പോയി. അതിൻ്റെ കാരണം കുറുക്കന്മാർ അതിലെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. കുറുക്കന്മാർ എന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസവും എൻ്റെ വിചാരവും വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് കാട്ടിൽ കിടക്കുന്ന കുറുക്കൻ നാട്ടിൽ വന്നു എന്നൊരാശയത്തിലല്ല എഴുതിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. ചിലരെ വേദപുസ്തകം കുറുക്കന്മാരെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. ദുരുദ്ദേശമുള്ളവർ, ഹൃദയത്തിൽ മറ്റൊരു ഉദ്ദേശം കൊണ്ട് പതുങ്ങി കയറി വരുന്നവർ, ചാരന്മാർ, കൊള്ളക്കാർ, അങ്ങനെയുള്ള ഗൂഢാലോചനക്കാർ, ദുരുദ്ദേശപ്രിയർ, അവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കുറുക്കന്മാരെന്ന് വിളിക്കുന്നത്. ഓരോ ജന്തുക്കളുടെ പേരിട്ട് ഓരോരുത്തരെ വിളിക്കുന്നൊരു രീതി ബൈബിളിനുമുണ്ട്. യേശുക്രിസ്തു ഹെരോദാവിനെ മറ്റേയല്ലേ ആ കുറുക്കനോട് പോയി പറഞ്ഞേക്കാൻ പറഞ്ഞില്ലേ? ഇപ്പോൾ സ്വഭാവത്തിൻ്റെ നിലവാരമനുസരിച്ചിട്ടാണ് ചില ജീവികളുടെ പേരിട്ട് ചിലരെ വിളിക്കുന്നത്. ഇവിടെ പറയുന്ന കുറുക്കന്മാരെന്ന് പറയുന്നത് ദുരുദ്ദേശത്തിലൂടെ ആ ഒരു ചിന്താഗതിയോടെ സിയോൻ പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് സിയോനിലേക്കൊക്കെ കയറി വന്നിരിക്കുന്ന ആളുകൾ. അവർ നിമിത്തം സിയോൻ പർവ്വതം ശൂന്യമായിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ശൂന്യമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ 2 വാക്യങ്ങൾ. എന്നാൽ യോസേപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യോസേപ്പ് മിസ്രയീമിൽ ചെന്നത് പെട്ടി നിറച്ച് കാശുമായിട്ടല്ല. ഭയങ്കരമായിരിക്കുന്നൊരു പ്രോജക്റ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് രാഷ്ട്രതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം വിദേശത്ത് പോയി പഠിച്ചിട്ട് ചെന്ന ഒരു നയതന്ത്രജ്ഞനായിട്ടല്ലല്ലോ യോസേപ്പ് മിസ്രയീമിൽ ചെന്നത്. അവിടെ ഒരു വിൽപ്പന ചരക്കായിട്ടാണ് ചെന്നത്. മിസ്രയീമിലേക്ക് ഇസ്മായിലെ കച്ചവടക്കാർ അടിമയായി കൊണ്ടുപോയ കച്ചവട ചരക്കായി കൊണ്ടുപോയൊരു ചെറുപ്പക്കാരനായിരുന്നു യോസേപ്പ്. പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്നു. അവരാണ് അവനെ വാങ്ങിച്ചത്, മിസ്രയീമിൽ എത്തിച്ചത്. അങ്ങനെ കാരാഗ്രഹത്തിൽ വന്നു, ജയിൽ പുള്ളിയായി, നിന്നാപാത്രമായി, മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റവാളിയായി, ജയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ജയിലിനകത്ത് എത്ര കാലം കടന്നു എന്നെനിക്കറിയില്ല. ആ ഒരു നിലവാരത്തിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവികമായിരിക്കുന്ന പല സൽഗുണങ്ങളും യോസേപ്പിൻ്റെ അകത്തുണ്ടായിരുന്നു. ഫറവോൻ്റെ മുമ്പിൽ നിൽക്കാനൊരു അവസരമുണ്ടായി. അതൊക്കെ നമ്മൾ അനേകവട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക മാത്രമല്ല, ഫറവോൻ്റെ മുമ്പിൽ നിന്ന ചെറുപ്പക്കാരൻ, ദൈവത്തിൻ്റെ ഭൃത്യൻ, ദൈവത്തിൻ്റെ യോസേപ്പ്, ദൈവം കൂടെയുള്ളവൻ പുറപ്പെട്ടു പോയി മിസ്രയീം ദേശത്ത് മുഴുവൻ നെടുകയും കുറുകയും സഞ്ചരിച്ചു എന്നെഴുതിയിരിക്കുന്നു.
സഞ്ചരിച്ചത് നിമിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ നല്ല മനസ്സിൻ്റെ ഉടമ ഓരോരുത്തർക്കും ചെന്ന് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വരാനിരിക്കുന്ന നാളുകൾ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതയുടെയും ശോധനയുടെയും നാളുകളായിരിക്കും. അവിടെ ശൂന്യതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ കൃഷി തൽപരരായിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ദേശം മുഴുവൻ 7 കൊല്ലം കൊണ്ട് പൊന്ന് വിളയിക്കുന്നത് പോലെ വിളയിച്ചു. പാണ്ഡികശാലകൾ നിറച്ചു. അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും കാലിച്ചാക്കുമായി വന്ന ആളുകൾക്ക് നിറച്ചു കൊടുത്തുവിടത്തക്ക രീതിയിൽ മിസ്രയീമിൻ്റെ ഭണ്ഡാരഗ്രഹങ്ങളെ സമ്പന്നപൂർണ്ണമാക്കി തീർക്കാൻ മഹാദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഈ മനുഷ്യൻ്റെ മേൽ പകർന്നു. ഞാൻ ഈ 2 കൂട്ടരെയും, കുറുക്കന്മാരെന്ന് പറയുന്ന കൂട്ടരെയും, ദൈവത്തിൻ്റെ കൃപയുള്ള യോസേപ്പിനെയും ഒക്ടോബർ മാസം 31-ാം തീയതി ഈ സന്ദേശത്തിൽ ഞാൻ എൻ്റെ മനതാരിൽ കണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വെറുതെ 2 കൂട്ടരെ പറഞ്ഞൊരു കഥ പറഞ്ഞ് 10 മിനിറ്റ് അവസാനിപ്പിക്കാനല്ല, ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വാക്കുകൾ ഈ ദൈവിക ശുശ്രൂഷയുടെ ഭാഗവാക്കായി റെക്കോർഡ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ വീട് സിയോൻ, ദൈവം വസിക്കുന്ന പർവ്വതം പോലെ ആയിരിക്കട്ടെ. നിൻ്റെ ഭവനം ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കട്ടെ. നിൻ്റെ സ്ഥാപനം, നിൻ്റെ ഷോപ്പ് എന്തുമാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനം. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ഒത്തിരി പേർ ഫാക്ടറികൾ നടത്തുന്നവരുണ്ട്, കമ്പനികൾ നടത്തുന്നവരുണ്ട്. 10, 30,000 ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന വലിയ വലിയ സമ്പന്നരായിരിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരിക്കലും ഒരു കുറുക്കൻ കയറാതിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലൊരു കുറുക്കൻ കയറാതിരിക്കട്ടെ. ദുരുദ്ദേശത്തോടെ നിങ്ങളുടെ ഫോണിലേക്കൊരു കുറുക്കൻ വിളിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ കൊച്ചു സ്ഥാപനത്തിലൊരു കുറുക്കൻ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങളത് വ്യാഖ്യാനിച്ചെടുത്തു. ദുരുദ്ദേശത്തോടെ നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളുടെ അടുക്കൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത്, നിങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിനകത്ത്, നിങ്ങൾ നടത്തുന്ന സൂം മീറ്റിങ്ങിനകത്ത് ഒരു കുറുക്കനും കയറാതിരിക്കട്ടെ. കയറിയാൽ എന്ത് സംഭവിക്കും? ശൂന്യത. ഉള്ളവരെ പോലും കലക്കിക്കളയും, അടുത്ത് നിൽക്കുന്നവരെ പോലും പിരിച്ചു കളയും, വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെ പോലും ഇല്ലാതാക്കും. ഞാൻ ബിസിനസ് നടത്തുന്നവർക്ക് വേണ്ടി പറയുക കേട്ടോ. ഒരു കുറുക്കൻ കയറിയാൽ നിങ്ങളുടെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ച് നിൽക്കുന്ന സ്നേഹമുള്ള തൊഴിലാളികളെ പോലും വശീകരിച്ച് ചിലപ്പോൾ ഒരു യൂണിയനാക്കി നിങ്ങൾക്കെതിരെ കൊടി പിടിക്കത്തക്ക രീതിയിൽ ഒറ്റ കുറുക്കൻ മതി. കയറരുത്. ഈ 31-ാം തീയതി നവംബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ തലച്ചോറിൽ, ബുദ്ധിമണ്ഡലത്തിൽ ഒരു കുറുക്കൻ്റെ ബുദ്ധി കയറരുത്. ഒരിക്കൽ പോലും ദുഷ്ടചിന്തകൾ കയറരുത്. ദുരുദ്ദേശത്തോടെ, സ്നേഹമില്ലാത്ത, ഞാനൊരു വാക്കൂടെ ചേർത്ത് പറയുക, ഇറച്ചി മാത്രം കൊതിക്കുന്ന കുറുക്കൻ ഒരിക്കലും കയറരുത്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കരുത്. പകരം ഈ യോസേപ്പ്, നിങ്ങൾ മനസ്സിലാക്കൂ, ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കുന്നിലേക്ക് തള്ളപ്പെടത്തക്ക നിലവാരത്തിൽ മിസ്രയീമിനേക്കാൻ പോകുന്ന അതീവ ആഘാതത്തിൻ്റെ മുമ്പിൽ മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം യോസേപ്പിനെ അവിടേക്ക് നേരത്തെ അയച്ചു. ഏത് വിധത്തിൽ അയക്കപ്പെട്ടതെങ്കിലും അവിടെ ചെന്നത് ഏത് കഷ്ടത്തിൻ്റെ നടുവിലാണെങ്കിലും ഒരു ദൗത്യമുണ്ട്. ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കുറുക്കനാകരുത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. നല്ല മനസ്സുള്ളവരാകുക. നിങ്ങളുടെ മുതലാളിയെ നിങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുക. നിങ്ങളത് പഠിക്കണമെങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ ആ കൊയ്ത്തുകാരും കാലാപറക്കുകാരും ഒക്കെ ബോവസിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ്, സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുക. കാലപറക്കാൻ അനുവദിച്ചു, കൊയ്ത്തുകാരായി വിളിക്കപ്പെട്ടു. ആ മുതലാളിയോട് അവരെ, ഈ തൊഴിലാളികളെല്ലാം അനുഗ്രഹിക്കുക. നിങ്ങളൊരു ദൈവപൈതലല്ലേ? ഞാൻ ഒന്നോടെ പറയട്ടെ, നിങ്ങളൊരിക്കലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറുക്കനാകരുതേ. ശൂന്യത വരുത്തരുതേ. ആ കമ്പനി പൊട്ടാൻ, നിങ്ങൾ പോകുന്ന കൂട്ടായ്മയിൽ, നിങ്ങൾ പോകുന്ന സഭയിൽ, നിങ്ങൾ പോകുന്ന പള്ളിയിൽ നിങ്ങളൊരിക്കലും കുറുക്കനായി, മുന്തിരിത്തോട്ടത്തിനിടയിലെ കുറുക്കനായി നിങ്ങളൊരിക്കലും ഇതിൻ്റെ വേര് പറിക്കുന്ന കുറുക്കനായി തീരരുത് കേട്ടോ. ഇതിൻ്റെ വേര് മാന്തി കളയരുത്. നിങ്ങളെപ്പോഴും യോസപ്പായിരിക്കണം. നിങ്ങളുടെ സഭയിലെ യോസപ്പ്, നിങ്ങളുടെ വീട്ടിലെ യോസപ്പ്, നിങ്ങളുടെ കമ്പനിയിലെ യോസപ്പ്, നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോസഫായിരിക്കണം നിങ്ങൾ ആ സ്ഥാപനത്തിലുള്ളത്. ശൂന്യത മാറണം. പണ്ഡികശാലകൾ നിറയണം. അദ്ദേഹത്തിൻ്റെ ഖജനാവ് നിറയട്ടെ. ഇനിയും സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. ആ ഒരു മനസ്സോടായിരിക്കെ. ചുമ്മാ പോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ മുഴുവൻ ഉഴപ്പി കണ്ടിട്ട് നിങ്ങളുടെ മുതലാളിയെ ശപിച്ച്, നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ, ചിലപ്പോൾ അവർ മൂർഖന്മാരായിരിക്കും, പക്ഷെ നമ്മൾ ആത്മീകരല്ലേ. യോസപ്പിന് ലഭിച്ച കൃപ എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ജോലിക്ക് പോയാൽ മതി. നിങ്ങൾ കാരണകത്തിരുന്നത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾ ചെന്ന രാജ്യത്ത് നിങ്ങൾ കുറുക്കനാകരുത്. മിസ്രയീം എന്ന രാജ്യത്തിലേക്കാണ് കനാനിൽ നിന്ന് ഒരു ചെറിയ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരനെ ദൈവം വിട്ടത്.
ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, കേരളത്തിലെ കൊച്ചു വീട്ടിൽ, പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ അറേബ്യൻ രാജ്യങ്ങളിലോ യൂറോപ്പിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ, ഇല്ല ലോകത്തിൽ ആഫ്രിക്കയിലോ എവിടെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ ആ രാജ്യത്ത് കുറുക്കനായി ജീവിക്കരുത്. എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി കടിച്ചു പിടിച്ച് എടുത്തുകൊണ്ട് ഓടണമെന്ന ചിന്തയ്ക്കകത്ത് ഒറ്റ ദിവസം കൊണ്ട് മുതലാളിയാകണമെന്നോർത്ത് കഴുത്ത് ഞെരിച്ച് ഒന്നിനെയും കൊല്ലരുത്. നിങ്ങൾ ആ രാജ്യത്ത് യോസേപ്പായിരിക്കെ. നിങ്ങൾ നിമിത്തം, നിങ്ങളതിലെ സഞ്ചരിക്കുന്ന നിമിത്തം ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ സഭയിലേക്ക് ഒരു കുറുക്കനും വരാതിരിക്കട്ടെ. ഇന്ന് അതിൻ്റെ 31-ാം തീയതി, അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കട്ടെ. യോസേപ്പുമാർ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ, പ്രാർത്ഥിക്കട്ടെ, നിറവുണ്ടാകട്ടെ, ശൂന്യത മാറട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹപൂരിതമായിരിക്കുന്ന സന്തോഷ നിർവൃതിയായിരിക്കുന്ന ഈ ദിവസം, ഒരു മാസം കൂടി ഞങ്ങളെ വിട്ടുപോകുന്ന ഈ ദിവസം, ഞങ്ങൾ ഈ വിലയേറിയ ദൂത് ഹൃദയത്തിൽ പേറുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ യോസേപ്പാകട്ടെ. ഞങ്ങളുടെ അടുക്കൽ വരുന്നതും കുറുക്കന്മാരല്ലാതിരിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണമേ അപ്പ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോയിരിക്കുന്ന പല സ്ഥലങ്ങളിൽ അവരുടെ അടുക്കൽ ഒരിക്കൽ പോലും സ്നേഹം നടിച്ച് പമ്മിപ്പതുങ്ങി മോഹന വാഗ്ദാനങ്ങളുമായി ഒരു കുറുക്കനും അടുത്ത് ചെല്ലാതിരിക്കട്ടെ. അവരെ ശൂന്യമാക്കുന്ന ഒരുവനും അവരുടെ മീഡിയകളിലേക്കൊന്നും ഒരു മെസ്സേജ് പോലും അയക്കാതിരിക്കട്ടെ. യോസേപ്പുമാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണം, ശൂന്യത മാറ്റണം, നിറവുണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.